അമ്മാവ, ഞങ്ങൾ രണ്ടാളും ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ കോളേജിന്റെ പ്രോഡക്ട്സ് ആണ്. യവനന്റെ ഒരു കൊല്ലം ജൂനിയറാ. ഓ അത് ശരി. കുറച്ച് പുളിശ്ശേരി ഒഴിച്ചേ. ഇതെന്താ പായസം പോലെ മധുരിക്കുന്നേ? അത് നിന്റെ മരുമോൾ ഉണ്ടാക്കിയതല്ലേ, പിന്നെങ്ങനെയാ മധുരിക്കാണ്ടിരിക്കുക? ആ ഇനി താൻ പറ, തനിക്കെന്താ പറയാനുള്ളേ? സാർ, ഞാൻ ന്യൂ ഹിന്ദു എക്സ്പ്രസിന്റെ പത്രക്കെട്ടുകൾ മുംബൈയിൽ നിന്നും മറ്റ് സിറ്റികളിൽ കൊണ്ടുപോകുന്ന കാർഗോ ഫ്ലൈറ്റിന്റെ പൈലറ്റായിരുന്നു. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത്യാവശ്യ സാധനങ്ങൾ പത്രക്കാരറിയാതെ എത്തിച്ചു കൊടുത്തിരുന്നു. അതായത് ചെറിയൊരു കള്ളത്തരം. അങ്ങനെയല്ല മാവ, അവരവനെ മുതലെടുത്തു. പാകിസ്ഥാനിലും ഗൾഫിലും ഒക്കെ ഒരുപാട് കണക്ഷൻസ് ഉള്ള സമദ് ഖാൻ, അണ്ടർവേൾഡ് ഡോൺ, അയാളുടെ ആൾക്കാരവനെ കുടുക്കി. ഓ, പേരെന്താ പറഞ്ഞേ? സമദ് ഖാൻ. അല്ലടാ, ഇയാളുടെ പേര്? ഷെല്ലി മാത്യു. ഓ, ഷെല്ലി നമ്പിടി. സമദ് ഖാന് വേണ്ടി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അയാൾ ബിനാമിയായി എന്റെ പേരിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ സർക്കാരിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. മാത്രമല്ല, പിടികിട്ടാപ്പുള്ളിയായ അയാളെ കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം. പകരം താനെന്താ പ്രതീക്ഷിക്കുന്നത്? എന്റെ ജീവന് സംരക്ഷണം. തന്നെയുമല്ല, മാപ്പുസാക്ഷിയാക്കി ശിക്ഷയിൽ ഇളവ് ചെയ്ത് കിട്ടണം. എടോ, താൻ മാനസാന്തരപ്പെട്ടത് നല്ലത് തന്നെ. തന്നെ പോലെ രാഷ്ട്രത്തിന് ഉതകുന്ന ചെറുപ്പക്കാർ തിരിച്ചു ചിന്തിക്കേണ്ട കാലമാണിത്. നമ്മുടെ രാജ്യത്തെ മൂന്നാംകിടയോ നാലാംകിടയോ ആയി കാണാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനലുകളെയും ശത്രു രാജ്യങ്ങളെയും നേരിടാനുള്ള കരുത്ത് ഇവിടുത്തെ കല്ലിനോ മണ്ണിനോ മരത്തിനോ ഇല്ല. അത് വേണ്ടത് ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരുടെ രാജ്യസ്നേഹത്തിലാണ്. ഒരുപാട് പരിമിതികളുണ്ടോ ഒരു നിയമമന്ത്രിക്ക്. എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ തനിക്ക് വേണ്ടി ചെയ്യാം. തന്നെപ്പോലെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന മറ്റുള്ള ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയാവട്ടെ. താങ്ക് യു സാർ. ശേഖര, നീ നാട്ടുകാര്യങ്ങൾ നോക്കി നടന്ന് കുടുംബകാര്യങ്ങൾ മറക്കരുത്. ഈ പിള്ളേരുടെ കാര്യം ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. അതിന് മുകളിലൊരുത്തരില്ലേ? അമ്മ ആദ്യം അവനൊരുത്തെ കണ്ടുപിടിക്ക്. ശരി അമ്മേ, വരട്ടെ. ഉദ്ഘാടനത്തിന് എത്താനുള്ള സമയമായി. നീ ഇവിടെയുള്ള ഇംപ്രഷൻ എടുത്ത് നടക്കാൻ നേരെ ഡൽഹിക്ക് വാ. ഓക്കെ ബോബി. ശരി അമ്മ. അവൻ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? നിനക്ക് ചേർന്ന പെണ്ണിനെ കണ്ടുപിടിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അതിന് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതെന്താ? അതെങ്ങനെ? അതെന്താന്ന് എനിക്കറിയണം. അതിന്റെ പേരിന് വഴക്കം വെക്കാനൊന്നും വേണ്ട. ബോബിയേട്ടന്റെ കല്യാണക്കാര്യം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഒന്നിങ്ങി വന്നേ, ഒരു ഇംപ്രഷൻ വേണം. ഞാൻ തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. നീ കാര്യം പറയടാ. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ബോബിയേട്ടന് ഇപ്പൊ ശനിദശയുടെ തുടക്കം. കേസ്, കോടതി, മാനഹാനി തുടങ്ങി ആയുസിന് വരെ ക്ഷീണം. എന്റെ പാറമേക്കാവിലമ്മേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. ദേ ബോബിക്കുട്ട, നീ ഇനി പ്ലെയിൻ ഓടിക്കാൻ പോവരുത്. അങ്ങനെ പേടിച്ചിട്ടൊക്കെ ജീവിക്കാൻ പറ്റും മുത്തശ്ശി. ഏട്ടൻ ഇനി എവിടെയും പോകണ്ട. എവിടെയും പോയില്ലെങ്കിലും അപകടം പിന്തുടരുമെന്നാണ് ഇതിൽ കാണുന്നത്. എടുത്തോണ്ട് പോടാ നിന്റെ ഈ ഓലക്കെട്ടൊക്കെ. എന്റെ കുട്ടന് എന്തെങ്കിലും സംഭവിച്ച എന്റെ നീ വെറുതെ ഓരോ തമാശ പറഞ്ഞ് മുത്തശ്ശിയെ കരയിച്ചാലുണ്ടല്ലോ. തമാശയല്ല, അഗസ്ത്യമുനിയുടെ ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല. ആയുസ് നീട്ടിക്കിട്ടാനുള്ള പ്രതിവിധിയും ഇതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. എന്താന്ന് പറയൂ വിനേട്ടാ. കല്യാണം, അത് തന്നെ. അത് കൊള്ളാം. കല്യാണക്കാര്യം നോക്കാനല്ലേ നീ ഇപ്പൊ ഓല എടുത്തത്. പക്ഷെ ഈ കല്യാണം ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കും. എന്താന്ന് വെച്ചാ തെളിച്ച് പറയൂ വിനയ. മുത്തശ്ശി, ബോബിയേട്ടൻ ഒരു അന്യജാതി പെണ്ണിനെ കെട്ടാനാണ് യോഗം. ബെസ്റ്റ്. ഞാൻ ഹാപ്പിയായി. അതായത് മുൻ ജന്മങ്ങളിലെല്ലാം ഈ പെണ്ണ് ബോബിയേട്ടന്റെ ഭാര്യയായിരുന്നു. ഭാഗ്യമുള്ളവളാ. ബോബിയേട്ടന്റെ സകല ദോഷങ്ങൾക്കും പരിഹാരമാണ് ആ പെൺകുട്ടിയെന്ന് ഈ ഏട് പറയുന്നു. ഞാൻ പറയുന്നതല്ല, ഇത് സത്യമാണ്. എങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടുന്നുള്ളൂ. മുത്തശ്ശിയുടെ ജാതി പ്രശ്നം അതോടെ തീരുവല്ലോ. അങ്ങനെ വരട്ടെ. അപ്പൊ എന്നെ പറ്റിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തുകളിയായിരുന്നു. ദേ ചൂലെടുക്കും ഞാൻ. മുത്തശ്ശി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്.
ആ പതുക്കെ പതുക്കെ. ആ കുട്ടാ, നീ പോയാ മുത്തശ്ശിക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. ഞാന് ദിവസവും രാവിലെയും വൈകുന്നേരവും മുത്തശ്ശിയെ ബോംബെന്ന് ഫോൺ ചെയ്തോളാം. എന്താ പോരെ? മുത്തശ്ശി സമയത്തിന് ആഹാരമൊക്കെ കഴിക്കണം. പിന്നതേ ഈ വാനരപ്പടയുടെ കൂടെ ഓടിച്ചാടി നടക്കരുത്. കയ്യോ കാലോ ഒളിക്കാലുണ്ടല്ലോ. എനിക്ക് വേഗം ഇങ്ങോട്ട് പോരേണ്ടി വരും. വരട്ടെ മുത്തശ്ശി. ഡാ കൊച്ചനെ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ദേ ഒരു കാര്യം, നീ ഇവനെ ബോംബെയിലൊന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചോളാം മുത്തശ്ശി. പോവാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ വരട്ടടി കാന്താരി. പോയേട്ടാ. ആ വരട്ടടാ. ആ എന്റെ പറമേ കാവമ്മേ, കാത്തോളണേ. യെസ്, കിട്ടിപ്പോയി. മേഘ മാത്യു. ആ ബോബിയേട്ടന്റെ പെൺകുട്ടിയെ കിട്ടി. ഇഷ്ടായി, എനിക്കിഷ്ടായി. കഴിഞ്ഞ തവണ ഡൽഹിയിൽ നിന്ന് വരുമ്പോ രാജധാനി എക്സ്പ്രസ് വെച്ച് പരിചയപ്പെട്ടതായി കുട്ടി. ബോംബെയിൽ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെർഫോമിംഗ് ആർട്സിൽ റിസർച്ച് ചെയ്യാൻ. എത്രയും പെട്ടെന്ന് ഈ ഫോട്ടോയും അഡ്രസ്സും അവൻ അയച്ചു കൊടുക്കണം. ഇതാടാ എന്റെ പെണ്ണ്. എങ്ങനെയുണ്ട്? എന്താടാ ഒരുമാതിരി പന്തം പോലും കണ്ടിട്ടില്ലാത്ത പെരിച്ചാഴിയെ പോലെ? അല്ല, എന്തല്ല, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാ പെട്ടു. എന്താ ഒരു അരമനസ്? ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് ഈ കുട്ടിയെ അറിയാം. വകയിൽ എന്റെ ഒരു കസിനായിട്ട് വരും. ആ അപ്പൊ സംഗതി ഈസി. എന്ത് ഈസി? ദേ, ഇവള് നിന്റെ സങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു പെണ്ണേ അല്ല. റിസർച്ച് സ്റ്റഡി എന്ന് പറഞ്ഞ് ഒരുമാതിരി തെരുവ് നാടകങ്ങൾ നടത്തി ആടിപ്പാടി നടക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാ. എങ്കിൽ ആ പ്രത്യേക ടൈപ്പിന് എനിക്കൊന്ന് കാണണം. ഇക്കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്തു വഴി? പറയാം. എന്റെ ഇഷ്ടപ്പെട്ടു. എടാ, പെട്ടു എന്ന് പറഞ്ഞ നിന്റെ കസിന് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. എന്താണ് നിനക്കൊരു മനപ്രയാസം? ഒരു മനപ്രയാസമില്ല. ഇഷ്ടായി. പക്ഷേ ശരിക്കും പെട്ടത് ഞാനാ. എന്ത്? അവള് അവള് അവൾ എന്റെ പെങ്ങളാടാ. അതേടാ. അല്ല ഷെല്ലി, നീ ഇതുവരെ എന്നോട് ഇങ്ങനൊരു പെങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം അവളെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വാശി പിടിച്ച് കാര്യം സാധിക്കുന്ന കുഞ്ഞു പെങ്ങളാണ് അവൾ ഇന്നും എനിക്ക്. സ്റ്റഡീസിന്റെ പേരിൽ അവൾ എടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നും ഇതുവരെ അതിര് കിടന്നിട്ടില്ല. ഒരു പ്രോമിസ് അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നതിന്റെ കാര്യത്തിൽ മാത്രം. ആ കോന്തനെ കണ്ടുപിടിക്കേണ്ട ജോലിയും ബുദ്ധിപൂർവം അവൾ ഷെല്ലിച്ചാനെ ഏൽപ്പിച്ചു. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന എന്റെ ജീവിതത്തിൽ അവളെക്കുറിച്ച് മാത്രമേ ടെൻഷനുള്ളൂ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. അവളെ ഞാൻ നേരിൽ കാണുന്നത് വരെ ഇതൊന്നും അവൾ അറിയരുത്. ചുമ്മാ ഒരു ത്രില്ലിന് വേണ്ടി. എഗ്രീഡ്? എഗ്രീഡ്.